പക്ഷേ ഞങ്ങൾ വാങ്ങിയതല്ല കേട്ടോ, ചെറിയ മാവ വാങ്ങി തന്നതാ. രേവതിയുടെ കല്യാണത്തിന് നമുക്ക് അങ്ങനെ ആക്കിയാലോ? ഈ ഗാർമെന്റ്സിന് പോകുന്ന എല്ലാവർക്കും ഒരേ ഡ്രസ്. ഞാൻ റെഡിയാ, പക്ഷെ പാറു കൂടെ സമ്മതിക്കണ്ടേ? പാറുവിനെ ഹാഫ് സാരിയല്ലേ പിടിക്കൂ. അയ്യോ ഞാനില്ല, എനിക്കതൊന്നും ഇഷ്ടല്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. രേവതി, നീ നിർബന്ധിച്ച പാറു സമ്മതിക്കും. രേവതി, രേവതി, നീ ഈ ലോകത്തൊന്നും അല്ലേ? ഞങ്ങൾ പറഞ്ഞു ഒന്നും നീ കേട്ടില്ലേ? ആഹാരത്തിന് മുമ്പിരുന്ന് സ്വപ്നം കാണുവാണോ? കഴിക്കാതെ ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്ന കല്യാണം ആകുമ്പോഴേക്കും ആള് ബാക്കിയുണ്ടാവില്ല. കഴിക്ക് രേവതി. എനിക്ക് വേണ്ട ജയന്തേച്ചി, കഴിക്കാൻ തോന്നുന്നില്ല. രേവതിക്ക് എന്തോ പ്രശ്നമുണ്ട്. കാലത്ത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത്, ആരോടും ഒന്നും മിണ്ടുന്നുമില്ല, ചോദിക്കുന്നതിനൊന്നും മറുപടിയുമില്ല. രേവതി, കാലത്ത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത്, എന്താ നിനക്ക് പറ്റിയത്? കല്യാണം ഇങ്ങനെ അടുത്തെത്തിയതിന്റെ ടെൻഷനാണോ? അതൊന്നും അല്ല. പിന്നെ പ്രേംചേട്ടാ, രേവതി, അതിബുദ്ധി കാണിച്ച എല്ലാം കൈവിട്ടു പോവും രേവതി. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. രേവതി എന്ത് അതിബുദ്ധിയാ കാണിച്ചേ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഇവൾക്കറിയാം. രേവതി മാത്രം അറിഞ്ഞാ പോരാ, എനിക്കും അറിയണം. നീ എന്താ ഉദ്ദേശിച്ചത്? കല്യാണം അടുത്തില്ലേ, ഇനി ഇവിടുത്തെ ജോലിയൊന്നും ആവശ്യമില്ലല്ലോ. കെട്ടിയോ സർക്കാർ ജോലിക്കാരനല്ലേ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഈ മാസം എങ്ങനെയെങ്കിലും തികച്ച് ഫുൾ ശമ്പളം വാങ്ങണം. അത് അതിബുദ്ധിയല്ലാതെ പിന്നെന്താ? ഇവളെന്ത് കാട്ടിക്കൂട്ടിയെന്നാ നീ പറയുന്നത്? അതൊക്കെ ഞാൻ എന്തിനാ നിന്നെ ബോധിപ്പിക്കുന്നേ? നീയാണോ ഇവിടുത്തെ പ്രൊഡക്ഷൻ ചീഫ്? കരുണാകരൻ സാറല്ലേ? ഞാൻ അവിടെ ബോധിപ്പിച്ചോളാം. ഓ രേവതി. രേവതി കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ആനയെ പേടിച്ചാ മതി, ആന പിണ്ടത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. കഴിക്ക് രേവതി. ഞാൻ പറയുന്നത് രേവതി അനുസരിക്കും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് രേവതിക്കറിയാം. ഇവനോട് കിന്നാരം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ രേവതിയോട് പോവാനാ പറഞ്ഞു. പിന്നെ നീ പറയുന്ന രേവതി അനുസരിക്കാൻ പോവല്ലേ? രഘു പറഞ്ഞതുപോലെ ചെയ്യും. അയാളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാത്തതിന്റെ ദേഷ്യത്തിൽ അവൻ ആ വീഡിയോ പുറത്തുവിടും. എല്ലാവരും അത് കാണും. അച്ഛനും അമ്മയ്ക്കും ഒരിക്കലും അത് സഹിക്കാൻ പറ്റില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. രേവതി, ചിലപ്പോ ആനപ്പിണ്ടത്തെയും പേടിച്ചെന്ന് വരും. രേവതിക്ക് ഇതെന്തു പറ്റി? അവൾ എന്തിനാ രഘുവിനെ പേടിക്കുന്നത്? ഈ പറഞ്ഞതല്ലാതെ ഇതിന് പിന്നിൽ എന്തോ ഉണ്ട്. നീ പറയില്ല, നീ ആരോടും പറയില്ല. പറഞ്ഞാ നിന്റെ ഈ വീഡിയോ ലോകം മുഴുവനും പരക്കും. രേവതി, നമ്മുടെ പ്രോഗ്രാമിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇതാണ് പറ്റിയ സമയം. ഗോഡൌണിലോട്ട് പൊക്കോ, ഞാൻ പുറകെ വരാം. എന്നെ കൊണ്ട് പറ്റില്ല. ദേ, ഇത് കണ്ടല്ലോ. ഗോഡൌണിലേക്ക് പോ രേവതി. നീ പോകും, ഇല്ലെങ്കിൽ ഞാൻ ഈ സെൻഡ് ബട്ടൺ അമർത്തും. ഓ,
ഒറ്റ മനുഷ്യനില്ല. ഇപ്പോ തലൊത്ത്. യെസ്. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്ന രേവതി? നമ്മൾ കുറച്ചു സമയം ചിരിച്ച് സന്തോഷിച്ച് ജോളിയായി ഇടപഴകിയാൽ തീരാന്നുള്ള പ്രശ്നം ഇവിടെ ഉള്ളൂ. കരഞ്ഞാൻ ബോറാവും. എന്തിനാ വെറുതെ? ഞാൻ പറയുന്നത് രേവതിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ സ്വഭാവം എനിക്ക് പിടിക്കാത്തത്. ഞാൻ പറയുന്നത് നിനക്കെന്താ മനസ്സിലാവാത്തത്? വേണമെങ്കിൽ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. അതായത് രേവതി, ഒരു KSRTC ഡ്രൈവറുമായി നിന്റെ കല്യാണം ഉറപ്പിച്ചു. എന്ത് സന്തോഷമായിട്ടുണ്ടാവും നിന്റെ അച്ഛനും അമ്മയ്ക്കും. രേവതി മോളുടെ ജീവിതം ഭദ്രമായില്ലേ? സർക്കാർ ജോലിക്കാരനല്ലേ, കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ? എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവര് കാശ് ഉരുപ്പടിയൊക്കെ റെഡിയാക്കിയത്. നിന്റെ കല്യാണം നടക്കാൻ പോകുന്നതിൽ നിന്നേക്കാൾ സന്തോഷം അവർക്കായിരിക്കും. എന്നിട്ടത് മുടങ്ങിപ്പോയാൽ അവർക്ക് സഹിക്കാൻ പറ്റുമോ? കൊള്ളല്ലേ രേവതി? കൊള്ളാം. നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അച്ഛനും അമ്മയും സങ്കടപ്പെടുത്തിയാൽ നിനക്ക് പാവം കിട്ടും രേവതി. സങ്കടപ്പെടുക മാത്രമല്ല, സങ്കടം സഹിക്കാനാവാതെ ഒരു കുപ്പി വേഷത്തിലോ ഒരു മുഴം കയറിലോ അവര് സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ അച്ഛനമ്മമാരെ കൊലക്കി കൊടുത്തിട്ട് നിനക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമോ? ഇല്ല. കുറ്റബോധം തോന്നും. രഘുചേട്ടൻ പറഞ്ഞത് അനുസരിച്ചാൽ മതിയായിരുന്നു എന്ന് നിനക്ക് തോന്നും. എല്ലാം നഷ്ടപ്പെട്ടിട്ട് കുറ്റബോധം തോന്നിട്ട് വല്ല കാര്യമുണ്ടോ രേവതി? ഇപ്പോ നീ ശരിയായ തീരുമാനം എടുത്താൽ KSRTC ഡ്രൈവറെയും കെട്ടി നിന്റെ അച്ഛനും അമ്മയ്ക്കും കൊച്ചുമക്കളെയും സമ്മാനിച്ച് ഒരുപാട് കാലം നിനക്ക് സന്തോഷമായി ജീവിക്കാം. അതുകൊണ്ടാ രഘുചേട്ടൻ പറയുന്നത്. കരച്ചിൽ നിർത്ത്, എന്നിട്ട് രഘുചേട്ടൻ അനുസരിക്ക്. എത്ര പറഞ്ഞിട്ട് ഈ കുട്ടിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. രേവതി, എനിക്കൊരു വാക്കേ ഉള്ളൂ. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ നിന്റെ മുൻപിൽ വെച്ച് ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യും. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഈ വീഡിയോ എയറിൽ പാറിപ്പറന്ന് കിടക്കും. പിന്നെ നിന്റെ കല്യാണവും കുടുംബവും സോഹ. അതുകൊണ്ട് എന്റെ പൊന്നുമോള് നല്ല കുട്ടിയായിട്ട് അനുസരിക്കും. വാ വാ. ഫോണിയാണോ? നോക്കല്ലേ. കണ്ടില്ലേ കൈലാഷ് സാർ, ജോലി സമയത്ത് ഇവര് ചിട്ടി നടത്തിയെന്ന് എന്നോട് വന്ന് പറഞ്ഞത് രഘുവാ. അതിന്റെ ദേഷ്യ ഇവൻ രഘുവിനോട് തീർക്കണത്. കൈലാഷ് സാറ് പറഞ്ഞതുകൊണ്ട് ഞാനത് വിട്ടു. പക്ഷെ ഇവനത് വിട്ടില്ല. ഈ നെകളിപ്പ് പിടിച്ചവനൊക്കെ ഇനിയും ഈ സ്ഥാപനത്തിൽ വെച്ചോണ്ടിരിക്കണമെന്ന് കൈലാഷ് സാർ പറയോ? നെകളിപ്പ് പിടിച്ച ഒറ്റ ഒരെണ്ണത്തിനെയും ഈ സ്ഥാപനത്തിൽ ഒരു നിമിഷം പോലും വെച്ചോണ്ടിരിക്കരുതെന്നാ എന്റെ അഭിപ്രായം. ഇവിടെ നെകളിപ്പ് പിടിച്ചത് ആർക്കാ? ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം.